ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഷോൾഡർ എലാസ്റ്റിക് ഫ്രോക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ? ഇപ്പം നല്ല ട്രെൻഡിങ്ങിലുള്ള ഒരു ഡ്രസ്സാണ് ഇങ്ങനെ ഈ ഷോൾഡറിൽ എലാസ്റ്റിക് ഒക്കെ വരുന്ന ടൈപ്പ്. ഞാൻ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ മീഷോന്ന് വാങ്ങിയ ഈ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 മീറ്ററാണുള്ളത്. ക്രേപ്പാണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനത്തെ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. എന്നാലും നമുക്കിത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം യോക്ക് പോർഷൻ കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ യോക്ക് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 15 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ആം ഹോളായിട്ട് 7 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അതും മാർക്ക് ചെയ്ത് നമുക്കതൊരു ബോക്സ് ആയിട്ട് വരക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് റൗണ്ട് 9.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് ഇതിൻ്റെ കട്ടിങ്ങിൽ വ്യത്യാസം വരുന്നത്. നമ്മൾ എപ്പം വരക്കുന്ന പോലെ ആം ഹോള് കർവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. പകരം നെക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നമ്മൾ നോർമലി എടുക്കുന്ന നെക്ക് വിഡ്ത്തിനെക്കാട്ടിയും 1 ഇഞ്ച് കൂടുതൽ വെക്കണം. കാരണം ഇതിന് നെക്കും ഷോൾഡറും എല്ലാം സെയിം ആണ്. ഒറ്റ കട്ടിങ്ങേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നെക്ക് വിഡ്ത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് ലെങ്ത്ത് 4 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും സെയിം അളവ് തന്നെയാണ്, 4 ഇഞ്ച് തന്നെ. ഇനി ഇത് നമുക്ക് സ്ക്വയർ ആക്കി വരക്കാം. സ്ക്വയർ നെക്കാണ് വരിക. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടില്ലേ കൈക്കുഴിയിൽ, അവിടത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ കർവ് ചെയ്യാണ്ട് നമ്മൾ അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നെക്ക് വിഡ്ത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെയാണ് കട്ടിങ് വരിക. നമുക്ക് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താം. വേസ്റ്റ് റൗണ്ട് വരുന്നത് 8.5 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് വരുന്നത്. ഈ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്താൽ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ട് ഒന്ന് വളച്ച് വരച്ചു കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സൈഡിൽ ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നെക്ക് ലെങ്ത് നമ്മൾ 4 ഇഞ്ചാണ് എടുത്തത്. അത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ആവശ്യം വരും. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ബോഡി പാർട്ട് വരിക. ഇതാണ് നമ്മളെ ആം ഹോള്. ഇത് നെക്ക് വിഡ്ത്ത്. ബോഡി പാർട്ടിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോൾഡിങ് വരുന്നത് മുകൾ ഭാഗത്താണ് വരുന്നത്. മുകൾ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ ഇവിടെ 15ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചെയ്യുന്ന സ്ലീവ് ലെങ്ത്തിനെക്കാട്ടിലും ഒരു 3-4 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. കാരണം ഇത് നെക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഷോൾഡർ സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. എന്നെങ്കിൽ നമുക്കിതിപ്പോൾ ഒരു കൈ മുട്ടിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ലെവലിലായിരിക്കും സ്ലീവിൻ്റെ ലെങ്ത്ത് ഉണ്ടാവുക. ഇതിൻ്റെ വിഡ്ത്ത് ഫോൾഡ് ചെയ്തിട്ട് എനിക്ക് 12 ഇഞ്ചാണ് വരുന്നത്. ലെങ്ത്തിൻ്റെ ഡബിൾ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 3-4 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ വിഡ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബോഡി പാർട്ടിൻ്റെ ആം ഹോള് വരുന്ന ഭാഗം ഇതിൻ്റെ ഷോൾഡർ വരുന്ന ആ 2 പോയിന്റുമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിക്ക് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നെക്ക് ലെങ്ത്തിൻ്റെ ഡബിൾ തന്നെയല്ലേ ഇവിടെ തുണി ഉള്ളത് എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സ്ലീവിൻ്റെ കട്ടിങ്ങും അത്രയേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ഇനി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇലാസ്റ്റിക്കാണ് വരിക. കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അത്രയേ കട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. ബോഡിക്ക് മാത്രമായിട്ട് ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുണ്ടായ ഒരു പീസ് തുണി ഞാനിവിടെ 4ആയിട്ട് മടക്കി വെച്ച് ബോഡി പാർട്ടിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ലൈനിങ്ങിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ബാക്ക് പാർട്ട് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തതിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് നെക്കിൻ്റെ ആ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ നെക്ക് ഫിനിഷ് ചെയ്യുന്നത്.
ഇത് ബാക്ക് പാർട്ടിൽ ഞാൻ ലൈനിങ് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്ത് പതിച്ചടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് കിട്ടും. നമുക്ക് ഫ്രണ്ടിൽ ഞാൻ സിബ് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് സെൻറ്ററിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബാക്ക് പാർട്ട് ചെയ്ത പോലെ തന്നെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ചു കൊടുക്കാം. ഇത് ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നടുക്ക് സിബ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ബോഡി പാർട്ടിനോട് ഇതുപോലെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അതൊരു അരയിഞ്ച് മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ എലാസ്റ്റിക്കിന് എത്ര വീതിയാണെന്ന് വെച്ചാൽ ആ വീതിക്കനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്ത് എലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എലാസ്റ്റിക് എടുക്കുമ്പോൾ നെക്ക് ലെങ്ത്തിൽ നിന്ന് 1-2 ഇഞ്ച് കുറവായിട്ട് എലാസ്റ്റിക് എടുത്താൽ മതി. ഞാനിവിടെ ഷോൾഡറിൽ എലാസ്റ്റിക് ഫിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡി പാർട്ടിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ആം ഹോൾ ചെരിച്ച് വെട്ടിയ ആ 2 വശങ്ങളും നല്ല വശം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ട് പാർട്ടിൽ 2 സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടിലേക്ക് ഓരോ സ്ലീവിൻ്റെ ആ ചെരിഞ്ഞ വശങ്ങൾ യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി അങ്ങനെ സ്ലീവ് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ എൻഡ് വരുന്ന ഭാഗത്തും എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. താഴെ ഭാഗത്ത് എത്ര വണ്ണത്തിലാണ് എലാസ്റ്റിക് വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് താഴെ ഭാഗത്തൊന്ന് മടക്കി തയ്ച്ചതിന് ശേഷം 1 ഇഞ്ച് മോഡലായിട്ടാണ് ഞാൻ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫ്രണ്ടിൽ ഒരു ലേസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവും ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക വേണ്ടേ. നമ്മൾ എടുത്തിട്ടുള്ള ചെസ്റ്റ് റൗണ്ടിനും വേസ്റ്റ് റൗണ്ടിനും അനുസരിച്ചിട്ട് സൈഡ് കൂട്ടി അടിച്ചു കൊടുക്കുക. അപ്പോൾ താഴെ ഭാഗത്തിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അംബർല കട്ടിങ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, പ്ലീറ്റ് ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പ്ലീറ്റ്സ് ഇട്ടിട്ട് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ സ്ലീവിനും ഇതുപോലെ ഷോൾഡറിനും എലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ ഞാൻ താഴേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് താഴെ ഒരു ഫ്രില്ല് പോലെ കൊടുക്കുക ചെയ്തത്. എനിക്ക് നല്ല ഇഷ്ടമായിന്. ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രോക്ക് ആദ്യമായിട്ടാണ് അടിച്ചു നോക്കുന്നത്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ എളുപ്പം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.